ചേട്ടാ 71ാം നെഹ്റു ട്രോഫി വള്ളംകളി, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കപ്പുകൾ വന്ന മണ്ണ് ഈ നമ്മൾ അടുത്ത ട്രിപ്പ് ഇങ്ങോട്ട് നേരെ കൈനേരി കായലെല്ലാം കണ്ടിട്ട് നേരെ പുന്നമട മത്സരം നടക്കുന്ന സ്ഥലത്ത് പോയി ബോട്ടിട്ട് ഇറങ്ങാം. ഏതാ വരുന്നത്? സീ കുട്ടനാടോ? അതായത് കുട്ടനാട് മൊത്തം കണ്ടിട്ട് പോവാം. സീ കുട്ടനാടാ വരുന്നത്. കായലിൽ കൂടെ ഒരു കറക്കം. അങ്ങനെയുണ്ട് വള്ളം കണ്ടിട്ട്. അവിടെ എല്ലാരും എല്ലാ വള്ളവും വളരെ ഇവര് 3 വള്ളവും വളരെ കപ്പ് നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് സ്വന്തമായിട്ട് ടീമുണ്ട്. ഞാൻ പിന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് പള്ളാത്തുരുത്തി. ഭാര്യയെ പോരിച്ചിട്ടാണ് സത്യം പറ. ബോട്ട് പറ്റുമായിരിക്കും അല്ലേ? അതാണ് സീ കുട്ടനാട്. ആ പറഞ്ഞ സീ കുട്ടനാട്. അതെ, കന്നി യാത്ര കണ്ണൻ ചേട്ടന്റെ കൈ പിടിച്ച് ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവൻ കറങ്ങി കണ്ടിട്ടേ പോകത്തുള്ളൂ. തലയാട്ടലവിടെ ഒരു മനുഷ്യന്റെ ഗതികേട്. വല്ലാത്തൊരു യാത്രാനുഭവം അല്ലേ? എത്ര കണ്ടാലും മടുക്കാത്ത അനുഭവം പറയാനാണെങ്കിലുണ്ടല്ലോ, നല്ല കാഴ്ച, അതിനൊക്കെ അപ്പുറം നല്ല തണുത്ത കാറ്റ്. ഇങ്ങനെ നോക്കിയിരുന്ന പിന്നെ വേറെ ഒന്നും ആലോചിക്കണ്ട. അതായത് UBC ഇത്തവണ മത്സരിക്കുന്ന തലവടിച്ചുണ്ടൻ അപ്പർ കുട്ടനാട്ടിൽ നിന്നുള്ള വള്ളവാ. കിടപ്പ് കണ്ടല്ലേ? തൊട്ടപ്പുറത്ത് പഴയൊരു രാജാവ് കിടക്കുന്നേ. മഹാദേവി കാട് കാട്ടിൽ തക്കതിൽ എന്ന് പറയുന്ന വള്ളം. മഹാദേവി കാടും അരിപ്പാട് അപ്പർ കുട്ടനാട് പ്രദേശമുള്ള വള്ളമാണ്. സ്കൂൾ ബോട്ട്, നമ്മൾ സ്കൂൾ ബസ് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഒക്കെ അവിടെ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നാൽ ഇവരിവിടെ വള്ളമൊക്കെ തുഴഞ്ഞ് കിടക്കാൻ കാഴ്ച. ജനിച്ച് വീഴുന്ന വെള്ളത്തിലേക്കല്ലേ, പിന്നെ എങ്ങനെ വള്ളമില്ലാതെ ജീവിക്കാൻ പറ്റും? നമുക്കല്ലേ ഇതൊക്കെ അത്ഭുതമൊക്കെ. ആര് കപ്പടിക്കും? UBC തന്നെ അടിക്കാൻ സാധ്യത. കാരണം തീർച്ചയായിട്ടും അല്ല, അതെന്ന് വെച്ചാല് ഒരേ ടീം തന്നെ തുടർച്ചയായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ആ വള്ളങ്ങളുടെ ആ ഒരു രസം പോയി കിട്ടും. ഞങ്ങള് പള്ളാത്തുരുത്തി 5 വട്ടം അടിക്കുന്നത്, ഇത്തവണ 6 വട്ടമായി. UBCനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് UBC ഇത്തവണ വന്നിരിക്കുന്നത്. UBC ജയിക്കണം എന്ന് തന്നെയാണ് മനസ്സിലുള്ള ആഗ്രഹം. പക്ഷേ BBC ഉണ്ട്, കുമരകം ടൗൺ ബോട്ട് ക്ലബ് ഉണ്ട്, ആരും പറയാത്തൊരു പേരുണ്ട്, നിരണം നല്ലൊരു ടീമാണ് എന്നുള്ളതാണ്. പിന്നെ ഇഞ്ചോട് ഇഞ്ച് ആയിരിക്കും, പോരാട്ടമായിരിക്കും. അതായത് ഒരാളും വിട്ടുകൊടുക്കത്തില്ല. കൂടെ പോവല്ലേ? UBC കപ്പടിക്കും. കുറെ കാലം ആയല്ലോ. UBC ജയിക്കണം. UBC ജയിച്ചാലേ ഞങ്ങൾക്ക് ഒരു അഭിമാനം ഉള്ളൂ. കോമ്പറ്റീഷൻ കേട്ടോ. ടീമെങ്ങാനും മാറ്റി പറഞ്ഞ തുഴഞ്ഞാലേ ജയിക്കത്തു, അല്ല ജയിക്കത്തൊന്നുമില്ല. എന്നാന്ന് വെച്ചാൽ എത്ര വർഷമായി UBC തോറ്റു കിടക്കുന്നത്. അത് തന്നെ അരിശം വരും. വോട്ട് മൊത്തം UBC-കാരാണെന്ന് തോന്നുന്നില്ലേ? അതെ, അതാണ് പറഞ്ഞത്. മാറ്റി പറഞ്ഞ അടി കിട്ടുമെന്ന് ഉറപ്പ്. അതുകൊണ്ട് സൂക്ഷിച്ചു. ആര് കപ്പടിക്കും പറഞ്ഞു ചേച്ചി, ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ UBC ആണ്. അത് കപ്പടിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തില്ലത്. അമ്മാമ്മ പറയാ റെഡി. UBC ജയിക്കുമെന്ന് എന്റെ ആഗ്രഹം തന്നെ. അതാണ് ശരി. എത്ര കാലമായിട്ട് നമ്മൾ UBC കണ്ടോണ്ടിരിക്കാന്ന് അറിയോ? 14 തവണ കപ്പടിച്ചത്. ഇത്തവണ അടിക്കും. എങ്ങനെയുണ്ട്? തുഴച്ചിലൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആരടിക്കും? UBC അടിക്കും. സർവീസ് നടത്തുന്ന ബോട്ടാണല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേ? നാട്ടുകാരടിക്കും. ആ ടീമിന് വേണ്ടി ഒരു ബോട്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ കേറിയപ്പോ എല്ലാരും എല്ലാം, അതായത് പക്ഷേ ഒരു സൗഹൃദമുണ്ട് കേട്ടോ ഇവർക്ക് എല്ലാവരും. അതായത് BBC കണ്ടു, UBC കണ്ടു, ഇപ്പം പള്ളാത്തുരുത്തി എത്തി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചിഹ്നവും കൊടിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓരോ വീടിന്റെ മുകളിലും ഓരോ കടയുടെ മുകളിലും പള്ളാത്തുരുത്തി എന്നുള്ള വികാരമാണ്. ഭയങ്കര ചീപ്പ് റേറ്റില്ല. 23 രൂപയ്ക്ക് ഇത്രയും സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതും നെഹ്റു ട്രോഫി സമയത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ, അതായത് വള്ളങ്ങൾ പോകുന്ന ഒരു ആവേശം കാണാം. അല്ലാതെ കുറെ വീടുകൾ, താമസം, സാധാരണ ജനങ്ങളൊരു ലൈഫ്. പക്ഷെ പറയാതെ വയ്യ കേട്ടോ,
ആ പൈസക്ക് നമ്മൾ ഇവിടെ കാണുന്ന കാഴ്ച നമുക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന കായല്, അതിനപ്പുറം നല്ല പച്ച പൊതച്ച പാടം, പിന്നെ നല്ല തണുത്ത കാറ്റും, അതിന് പോരാഞ്ഞ് ഇതുപോലെ കൊച്ചുവള്ളം, ബോട്ടുകൾ, അങ്ങനെ കണ്ണിനെ ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കാൻ പറ്റുന്ന അത്ര കാഴ്ച. നല്ല തള്ള. അല്ലല്ല, അത് അതിനകത്ത് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല. ഈ കാണുന്നവരൊപ്പം എന്താ പറയണം? ഇപ്പൊ നെഹ്റു ട്രോഫി സമയത്ത് വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അല്ലാതെ ആലപ്പുഴ വരുമ്പോൾ ഒരു 23 രൂപ വരും അല്ലേ? ഒരു 2 ചായന്റെ പൈസയാവുന്നേ ഉള്ളൂ. നമുക്ക് താഴെയാണ് 23 രൂപ. മുകളിലൊക്കെ കയറി മുകളിൽ ഇരുന്ന് കാഴ്ചകൾ കാണണമെങ്കിൽ കുറച്ചുകൂടെ ശകലം, വലിയ പൈസ ഒന്നുമില്ല, ചെറിയ പൈസ കൂടെ കൂടുതൽ കൂട്ടി മാറ്റം വരും. എന്താണ് ആലപ്പുഴ എന്നുള്ളത് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊരു പിക്ചർ കിട്ടും. കാണാത്തവരെല്ലാം ഇവിടെ വരിക, ഇത് കാണുക, അങ്ങ് എൻജോയ് ചെയ്യുക, അത്ര നമുക്ക് പറയാനുള്ളൂ അല്ലേ? അതിന്റെ കൂടെ വന്ന് വള്ളംകളി കണ്ടിട്ട് പോവുക. അത് തന്നെ. പിന്നെ നല്ല ഭക്ഷണം, അത് ആലപ്പുഴയുടെ അടുത്ത പ്രത്യേകത. ജീവിതം പറഞ്ഞ്, യാത്ര പറഞ്ഞ്, ഭക്ഷണവിശേഷം പറഞ്ഞ്, നാടിനെ അറിഞ്ഞ്, നാട്ടാരെ അറിഞ്ഞ്, വള്ളംകളി മൊത്തത്തിൽ അങ്ങ് തള്ളി മറിച്ച്. അപ്പൊ എന്തായാലും തലക്കണം വിട്ടേക്കാം ചേട്ടാ. അപ്പൊ ഓക്കെ, ബൈ.